ഇപ്പൊ പാമ്പ് പിടിക്കുന്നതിന്റെ ശാസ്ത്രീയവും അശാസ്ത്രീയതയൊക്കെയാണല്ലോ ഇപ്പൊ അതെ പ്രധാനപ്പെട്ട അതെ ചർച്ച. അതെ. ശരിക്കും എങ്ങനെയാ ശാസ്ത്രീയമായിട്ട് പാമ്പിനെ പിടിക്കുന്നത്? ശാസ്ത്രീയമായിട്ട് പാമ്പിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് തൊടാതിരിക്കുക, കാട്ടിൽ ജീവിക്കുക. പാമ്പിനെ പിടിക്കരുത്. ശാസ്ത്രീയത അതല്ലേ. ഉം. അതിൻ്റെ ഇപ്പോൾ കാണുന്ന എന്താണ്, ഒരു പറമ്പിൽ വലിയ കാടേറി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പാമ്പിനെ പിടിക്കും. ഇപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി രാജവെമ്പാലെ കൊണ്ട് തോട്ടിൻ്റെ കരയിൽ ഇട്ടിട്ട് രാജവെമ്പാലെ പിടിച്ച് വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. അതിൻ്റെ ഫുൾ തെളിവുകൾ എൻ്റെ കയ്യിൽ. എവിടുന്ന് പിടിച്ച് ഒരു 15 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ രാജവെമ്പാലെ കൊണ്ട് തുറന്നു വിടുന്നു എന്നും പറഞ്ഞുകൊണ്ട് കസ്റ്റഡിയിൽ വെച്ചിട്ട് കൊണ്ട് തുറന്നു വിട്ടിട്ട് പിടിക്കുന്ന ആൾക്കാർ പബ്ലിസിറ്റിക്ക് വേണ്ടി. ആ ഒരു മേഖലയിലേക്ക് ഇപ്പം മാറി. ഇപ്പോൾ വെറും എന്താ പറയുക, വളരെ മോശം അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ആൾക്കാർ മാറുന്നു എന്നുള്ളതാണ്. അതിലുപരി ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കരുതെന്നുള്ളതാണ്. അത് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ജീവിക്കട്ടെ, എന്തിനാ അവനെ പിടിക്കും? പിന്നെ എന്ത് ശാസ്ത്രീയതയാണ് ഇതിലുള്ളത്? എനിക്ക് അവിടെ തന്നെ ചോദിക്കണം. വാലി പിടിക്കാൻ പാടില്ല, വാലി പിടിച്ചാൽ വാല് ഊരിപ്പോകുന്നത്. അവർ തന്നെയാണ് 150 പേർക്ക് ഈ പാമ്പിനെ പിടിച്ച് ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു പാമ്പിനെ വെച്ച് 100, 150 വരെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ പാമ്പിനെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക? പിടിക്കാണ്ട് പാമ്പിനെ പിടിക്കണമെങ്കിൽ എക്സ്പീരിയൻസിനുള്ള ഒരാളോടൊപ്പം സഞ്ചരിച്ച് അവർ പിടിക്കുന്ന കണ്ട് വേണം ട്രെയിനിങ് കൊടുക്കുക. ഇത് 1 മണിക്കൂർ ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് 1 മണിക്കൂർ മതിയോ? പോരാ. ഇത് 1 മണിക്കൂറുണ്ട്. റോഡിൽ പോണവരൊക്കെ വിളിച്ചുകൊണ്ട് തൊട്ട് തലോടി വിടുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ എത്ര പേര് ഇപ്പോൾ 10,000 പേർക്ക് പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കാൻ പറയുന്നു. എത്ര പേര് പിടിക്കുന്നുണ്ട്? 10, 50, 100 പേര് പിടിക്കും. ഇതിലിപ്പോൾ കേരളത്തിൽ പാമ്പിനെ പിടിക്കുന്നതിൽ 90% പേരും പഴയ ആൾക്കാരാണ്.